പശ്ചിമേഷ്യയിൽ യുദ്ധമേഘങ്ങൾ ഉരുണ്ടുകൂടുന്നതിനിടെ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി തന്റെ 37 വർഷത്തെ പതിവ് തെറ്റിച്ചത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ അമ്പരപ്പുണ്ടാക്കിയിരിക്കുകയാണ്. 1989 അധികാരമേറ്റതു മുതൽ വ്യോമസേന കമാൻഡർമാരുമായി അദ്ദേഹം നടത്തിയിരുന്ന വാർഷിക കൂടിക്കാഴ്ചയിൽ നിന്ന് ഇതാദ്യമായിട്ടാണ് ഖമേനി വിട്ടുനിൽക്കുന്നത്. അമേരിക്കയുമായുള്ള സംഘർഷം അതിന്റെ ഉച്ചസ്ഥായിയിൽ നിൽക്കുന്ന ഈ വേളയിൽ ഖമേനിയുടെ അസാന്നിധ്യം അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയെ കുറിച്ചോ അല്ലെങ്കിൽ ഇറാൻ സ്വീകരിക്കാൻ പോകുന്ന രഹസ്യ സൈനിക നീക്കങ്ങളെ കുറിച്ചോ ഉള്ള അഭ്യൂഹങ്ങൾക്ക് ആക്കം കൂട്ടുന്നതാണ്. ട്രംപ് ഭരണകൂടം സമ്മർദ്ദം കടുപ്പിക്കുമ്പോൾ ഇറാൻ സൈന്യം അതീവ ജാഗ്രതയിലാണ്. അതേസമയം ട്രംപിനെ പേടിച്ചാണ് ഖമേനി 37 വർഷത്തെ പതിവ് തെറ്റിച്ചതെന്ന് ഒരു വിഭാഗം പറയുന്നുണ്ട്. കഴിഞ്ഞ 37 വർഷത്തിനിടെ ആദ്യമായി എയർഫോഴ്സ് കമാൻഡർമാരുള്ള വാർഷിക യോഗത്തിൽ നിന്ന് ഖമേനി വിട്ടുനിന്ന വാർത്ത ഇപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം വർദ്ധിക്കുകയും US ആക്രമണത്തിന് തയ്യാറെടുത്ത് നിൽക്കുകയും ചെയ്യുന്ന ഈ നിർണായക ഘട്ടത്തിലാണ് ഖമേനിയുടെ അസാന്നിധ്യം എന്നത് എടുത്തു പറയണം. രാജ്യത്തോടുള്ള കൂറ് പ്രകടിപ്പിക്കുന്ന ഒരു പ്രതീകാത്മക ചടങ്ങാണ് വാർഷിക സമ്മേളനം. ഏതാണ്ട് 4 പതിറ്റാണ്ടുകളായി ഇറാനിയൻ സൈനിക കലണ്ടറിലെ ഒരു സ്ഥിരം പരിപാടിയായിരുന്നു ഇത്. ഈ വർഷം ഖമേനി ഇതിൽ പങ്കെടുക്കാത്തതാണ് ഇപ്പോൾ ചർച്ചയായിരിക്കുന്നത്. പകരം സായുധ സേനയുടെ ചീഫ് ഓഫ് സ്റ്റാഫ് അബ്ദുൾ റഹീം മൗസാവിയാണ് ഖമേനിക്ക് വേണ്ടി വ്യോമസേനയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരെ കണ്ടത്. എന്തുകൊണ്ട് ഖമേനി വന്നില്ല എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. അമേരിക്കയെ പേടിച്ചാണോ, അതോ ഖമേനിക്ക് ആരോഗ്യകരമായ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഇറാൻ ഇനി നയിക്കുന്നത് മറ്റൊരു നേതാവ് ആയിരിക്കുമോ എന്നീ ചോദ്യങ്ങൾ 4 ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട്. 86 വയസ്സ് പിന്നിട്ട ഖമേനിയുടെ ആരോഗ്യനില വഷളായതുകൊണ്ടാണോ അദ്ദേഹം വിട്ടുനിന്നതെന്ന് പാശ്ചാത്യ മാധ്യമങ്ങളും സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. അതേസമയം അബ്ദുൾ റഹീം മൗസാവിയെ ചടങ്ങിലേക്ക് അയച്ചത് സൈനിക തീരുമാനങ്ങൾ എടുക്കുന്നതിൽ താഴെത്തട്ടിലുള്ള കമാൻഡർമാർക്ക് കൂടുതൽ അധികാരം നൽകുന്നതിന്റെ സൂചനയായും വിലയിരുത്തപ്പെടുന്നുണ്ട്. ഇതിനിടെ അമേരിക്ക ഇറാനും മേലുള്ള സമ്മർദ്ദം വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഇറാൻ അമേരിക്കയുമായി ചർച്ചയ്ക്ക് തയ്യാറായില്ലെങ്കിൽ കടുത്ത പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് ട്രംപ് നൽകി കഴിഞ്ഞു. യുദ്ധസജ്ജമായി നിൽക്കുന്ന US വിമാനവാഹിനി കപ്പലായ USS എബ്രഹാം ലിങ്കൻ ഉന്നത അമേരിക്കൻ ഉദ്യോഗസ്ഥരും സന്ദർശനം നടത്തി. നേരിട്ടുള്ള ആക്രമണത്തിന് പുറമെ ഇറാന്റെ ആണവ നിലയങ്ങൾക്കും അടിസ്ഥാന സൗകര്യങ്ങൾക്കും നേരെ അമേരിക്കൻ സൈബർ ഏജൻസികൾ നിരീക്ഷണവും ശക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ US ആക്രമണം നടത്തിയാൽ അതൊരു വിശാലമായ പ്രാദേശിക സംഘർഷത്തിന് കാരണമാകുമെന്നും അത്തരം നീക്കം മുഴുവൻ മേഖലയിലേക്കും വ്യാപിപ്പിക്കുമെന്നും ഖമേനിയും നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. US-മായി നടത്തുന്ന ആണവ നിർവ്യാപന ചർച്ചയുടെ ഭാഗമായി യുറേനിയം സമ്പുഷ്ടീകരണം ഇറാൻ ഉപേക്ഷിക്കില്ലെന്ന് ഇറാന്റെ വിദേശകാര്യ മന്ത്രി വ്യക്തമാക്കുകയുണ്ടായിരുന്നു. US-മായി നടത്തുന്ന ആണവ നിർവ്യാപന ചർച്ചയുടെ ഭാഗമായി യുറേനിയം സമ്പുഷ്ടീകരണം ഇറാൻ ഉപേക്ഷിക്കില്ലെന്ന് ഇറാന്റെ വിദേശകാര്യ മന്ത്രി വ്യക്തമാക്കിയിരുന്നു. US-ന്റെ ഭീഷണിയിൽ ഇറാൻ ഭയക്കില്ലെന്നും ടെഹ്റാനിൽ നടന്ന പരിപാടിയിൽ അദ്ദേഹം എടുത്തു പറഞ്ഞു. ഇറാൻ അമേരിക്ക ബന്ധം ചരിത്രത്തിലെ ഏറ്റവും മോശമായ ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ആണവ സമ്പുഷ്ടീകരണം തുടരുമെന്ന ഇറാന്റെ പ്രഖ്യാപനവും അമേരിക്കയുടെ സൈനിക വിന്യാസവും ഒരു 3-4 ലോക മഹായുദ്ധത്തിന്റെ പ്രതീതി ജനിപ്പിക്കുന്നതാണ്. ഖമേനിയുടെ അപ്രതീക്ഷിത അസാന്നിധ്യം ഇറാന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾക്ക് തുടക്കമിടുമോ എന്നും ലോകം ഉറ്റുനോക്കുന്നുണ്ട്. ഒത്തുതീർപ്പുകൾക്ക് ഇറാൻ തയ്യാറായില്ലെങ്കിൽ പ്രത്യാഘാതം കടുക്കുമെന്ന ട്രംപിന്റെ മുന്നറിയിപ്പ് മേഖലയെ മറ്റൊരു സ്ഫോടനത്തിലേക്ക് നയിച്ചേക്കാം. നയതന്ത്രപരമായ ചർച്ചകളിലൂടെ സംഘർഷം ലഘൂകരിച്ചില്ലെങ്കിൽ അതിന്റെ ആഘാതം ആഗോള എണ്ണ വിപണിയെയും സാമ്പത്തിക വ്യവസ്ഥയെയും ഗുരുതരമായി തന്നെ ബാധിക്കും. ലോകത്തെ എണ്ണക്കടത്തിന്റെ സിരയായ ഹോർമൂസ് കടലിടുക്ക് അടച്ചുപൂട്ടുമെന്ന ഇറാൻ നേരത്തെയുള്ള മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഈ മുന്നറിയിപ്പ് ഗൗരവമായി അമേരിക്ക എടുക്കണമെന്ന് ലോകരാജ്യങ്ങളും പറഞ്ഞു വെക്കുന്നുണ്ട്. അമേരിക്കൻ നീക്കം ശക്തമായാൽ ആഗോള സാമ്പത്തിക വ്യവസ്ഥയെ തകർക്കാൻ ഇറാൻ ഈ മാർഗം സ്വീകരിച്ചേക്കാം. എന്തായാലും മേഖലയിലെ സംഘർഷാവസ്ഥ കടക്കുകയാണ്. അമേരിക്കയും ഇറാനും എടുക്കുന്ന ഏതൊരു തീരുമാനവും ഈ കാര്യത്തിൽ ഏറെ നിർണായകമാണ്. അത് ലോകരാജ്യങ്ങളെ മുഴുവൻ ബാധിക്കുമെന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വസ്തുതയുമാണ്.